ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് കേരള ലഞ്ച് മെനു സീരീസിലെ 21ാമത്തെ എപ്പിസോഡാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചേന ഉപയോഗിച്ചിട്ടൊരു മുളകിട്ട കറിയാണ്. ചേന മുളകിലിട്ടത്, പിന്നെ കായ കൊണ്ട് ഒരു മെഴുക്ക് വരട്ടി. കുറച്ച് ഡിഫറൻസോടെയാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഒന്ന് നോക്കി നോക്കൂ. പിന്നെ ചീരയും മുട്ടത്തോരനും. അപ്പോൾ ഇതിൽ മുട്ടയൊന്നും കാണാനില്ല, എന്താ വെച്ചാൽ ചുവന്ന ചീരയാണ് ഞാൻ ഉപയോഗിച്ചത്, പക്ഷെ മുട്ട ചേർത്തിട്ടുണ്ട്. അപ്പം ഇതാണ് നമ്മുടെ ഇന്നത്തെ റെസിപ്പി. ഇതിനാവശ്യമുള്ള സാധനങ്ങളുടെ ലിസ്റ്റ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാനും ലൈക്ക് ഷെയർ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നമുക്ക് റെസിപ്പീസിലേക്ക് കിടക്കാം. അപ്പോൾ ആദ്യം ഒരു ചീനച്ചട്ടി ഞാൻ അടുപ്പത്ത് വെച്ചാൽ വെളിച്ചെണ്ണ ചൂടാക്കിയിട്ടുണ്ട്. ആദ്യം ചെയ്യാൻ പോകുന്നത് കായ മെഴുക്ക് വരട്ടിയാണ്. അതിന് ഞാൻ കുറച്ച് ചെറിയുള്ളി അരിഞ്ഞത് ചേർത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചോക്കുന്ന വരെ നമുക്കൊന്ന് വറുത്തെടുക്കാം. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. അതും ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക. പിന്നെ ആഡ് ചെയ്യേണ്ടത് ഇടിമുളക് അല്ലെങ്കിൽ ചുവന്ന മുളക് ചതച്ചതാണ് ഞാൻ ആഡ് ചെയ്യുന്നത്. അത് 1 ടീസ്പൂണോളം, അല്ലെങ്കിൽ എരിവിനനുസരിച്ച് നമുക്ക് ആഡ് ചെയ്യാം. വേണമെങ്കിൽ ഉള്ളിയും മുളകും കൂടി ഒന്ന് ചതച്ചെടുത്താലും മതി. ഇതിലേക്ക് ഞാൻ കായ അരിഞ്ഞത് ചേർത്തിട്ടുണ്ട്. നമ്മൾ മെഴുക്ക് വരട്ടിക്കൊക്കെ അരിയണ പോലെയാണ് അരിഞ്ഞിരിക്കുന്നത്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് നമുക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതുകൂടി ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് ചെറിയ തീയിലിട്ടിട്ട് നമുക്ക് വേകാൻ വെക്കാം. അപ്പം അത് വേകുന്ന സമയം കൊണ്ട് നമുക്ക് ചേന മുളകിട്ടത് ഉണ്ടാക്കാം. അതിന് വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് അതിലേക്ക് ചെറിയുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ചതച്ചത് ചേർക്കാം. ഇനി ഉള്ളി ഒന്ന് കളറ് മാറുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി അതിലേക്ക് കശ്മീരി മുളക് പൊടി ചേർക്കുക. കശ്മീരി മുളക് പൊടി ചേർക്കണം, എന്താ വെച്ചാൽ എന്നാലേ ആ കളറ് വരുള്ളൂ കറിക്കുള്ളത്. പിന്നെ സാധാരണ മുളക് പൊടിയും ചേർക്കുക. എരിവ് നിങ്ങളുടെ സ്വാദിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്തോളൂ. കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു ലേശം മല്ലിപ്പൊടി, ഇത്രയും ചേർത്തിട്ട് ചെറിയ തീയിൽ കരിഞ്ഞു പോവാതെ നോക്കിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മസാല കുക്ക് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് തിളക്കട്ടെ. മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. അപ്പോൾ ഈ കറി റെഡിയാവുന്ന സമയം കൊണ്ട് നമ്മുടെ കായ മെഴുക്ക് വരട്ടി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. അപ്പോൾ സിമ്പിളായിട്ടുള്ള കായ മെഴുക്ക് വരട്ടി റെഡിയായി. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മുടെ ചേന മുളകിലിട്ടത് റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കുടംപുളി കഴുകിയിട്ട് ചേർത്തിട്ടുണ്ട്. ഇതിൽ കുടംപുളി ഉപയോഗിക്കാം, അല്ലെങ്കിൽ സാധാരണ പുളി വെള്ളത്തിൽ നന്നായിട്ട് കുതിർത്തിയിട്ടിട്ട് അതിൻ്റെ ടാമറിൻ അല്ലെങ്കിൽ പുളിവെള്ളം ചേർത്താലും മതി. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ചുകൂടി ചൂടുവെള്ളം ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. നമുക്കൊരു ഗ്രേവി ക്രിയേറ്റ് ചെയ്യണം, അതിനാണ് വെള്ളം ഒഴിക്കുന്നത്. നന്നായിട്ട് മിക്സ് ചെയ്യാം. ഞാൻ ചേന ചതുര കഷ്ണങ്ങളായിട്ട് മുറിച്ചിട്ട് ഒരു വിസിലിന് പ്രഷർ കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്തിട്ടാണ് ഞാൻ ചേന കുക്ക് ചെയ്തെടുത്തത്.
അപ്പോൾ അതാണ് ഇവിടെ റെഡിയാക്കി വെച്ചിരിക്കുന്നത്. ഈ ചേന നമുക്ക് ഈ കറിയിലേക്ക് ചേർക്കാം. വല്ലാണ്ട് കുക്ക് ചെയ്യരുത്, ഒറ്റ വിസിൽ മതി. അത് കഴിഞ്ഞ് അടുപ്പത്തു നിന്ന് ഇറക്കുക. ഈ ചേനയിലേക്ക് ഇട്ടിട്ട് മെല്ലെ ഇളക്കി കൊടുക്കുക, ഉടഞ്ഞു പോവാതെ നോക്കണം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. നമ്മൾ ഇതുവരെ ചേനയിൽ മാത്രമേ ഉപ്പ് ചേർത്തിട്ടുള്ളൂ, അപ്പോൾ അതനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ടുള്ള ഉപ്പ് ചേർക്കുക. ഈ ചേന ഈ കറിയിൽ ഈ ഗ്രേവിയിൽ കിടന്നിട്ടൊന്ന് നന്നായിട്ട് ഒന്ന് മിക്സായി വരട്ടെ. ഒരു തിള വരുന്ന വരെ നമുക്ക് ഇതൊന്ന് അടുപ്പത്ത് വയ്ക്കാം. അപ്പോൾ ചേന മുളകിട്ടത് നന്നായി തിളച്ച് വന്നു. അതിലേക്ക് കറിവേപ്പില ചേർക്കുക, കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇനി ഗ്യാസ് ഓഫ് ചെയ്തിട്ട് നമുക്കിത് അടുപ്പത്ത് നിന്ന് ഇറക്കാം. അടുത്തതായിട്ട് നമുക്ക് ചീര മുട്ടത്തോരൻ ഉണ്ടാക്കാം. അതിനായിട്ട് ഞാൻ ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ ചൂടാക്കി എടുത്തിട്ടുണ്ട്. അതിൽ നമ്മൾ കടുകും കുറച്ച് ജീരകവും ചേർക്കാം. ഇത് രണ്ടും ഒന്ന് പൊട്ടി വരട്ടെ നന്നായിട്ട്. അപ്പം അതിലേക്ക് ചുവന്ന മുളക് ചേർക്കാം. മുളക് ഒന്ന് മൂത്ത് വന്നതിന് ശേഷം നമുക്ക് ചീര ചേർക്കാം അതിലേക്ക്. അപ്പോൾ ഞാൻ ഇവിടെ ചീര നന്നായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതിലേക്ക് ചെറിയുള്ളിയും പച്ചമുളകും കൂടി അരിഞ്ഞ് ചേർത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി നമുക്ക് ഈ പാനിലേക്ക് ചേർക്കാം. വേണമെങ്കിൽ വെളുത്തുള്ളിയും ചേർക്കാം. ഈ റെസിപ്പിയിൽ ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റ് ആയിരിക്കും. ഇനി ചീര ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് വേകുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇടയ്ക്ക് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. അപ്പോൾ ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർക്കുക. അപ്പോൾ ചീര വെന്ത് കഴിയുമ്പോൾ ക്വാണ്ടിറ്റി കുറയും, അതുകൊണ്ട് ഉപ്പ് അതനുസരിച്ചിട്ട് ആഡ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമ്മുടെ ചീര നന്നായിട്ട് വെന്ത് ക്വാണ്ടിറ്റിയൊക്കെ ഒന്ന് നന്നായിട്ട് റെഡ്യൂസ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അടുത്ത ഇൻഗ്രീഡിയൻറ്റ് ചേർക്കാം. അപ്പോൾ ഞാൻ തേങ്ങ ചിരകിയതാണ് ഇതിലേക്ക് ചേർക്കുന്നത്. അത് ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ടൊരു 2 മിനിറ്റ് നേരത്തേക്ക് ഇതൊന്ന് കുക്കായിക്കോട്ടെ. ഇനി ഇതിലേക്ക് ഞാൻ 2 മുട്ട ഒഴിച്ചിട്ടുണ്ട്. 4 മുട്ട വരെ നമുക്ക് ഇതിലേക്ക് ചേർക്കാം. ഞാൻ 2 ചേർത്തിട്ടുള്ളൂ. അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ മുട്ട ഇതിലേക്ക് നന്നായിട്ടൊന്ന് സ്ക്രാമ്പിൾ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ചുവന്ന ചീര ഉപയോഗിച്ചുകൊണ്ട് മുട്ട എടുത്ത് കാണുന്നില്ല. പച്ചച്ചീര ഉപയോഗിക്കുകയാണെങ്കിൽ മുട്ട കാണും നന്നായിട്ട്. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് മുട്ട കുക്കാവുന്നവരെ നമുക്ക് നല്ലോണം ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചീര മുട്ടത്തോരനും റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് വിളമ്പുന്ന പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ഇന്നത്തെ എൻ്റെ മെനു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. അടുത്ത പ്രാവശ്യം ഒരു പുതിയ റെസിപ്പിയുമായി വരുന്നവരെ ബൈ.